ഇന്ന് നമ്മൾ കേരളത്തിലെ ഹിന്ദി സാഹിത്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരും രചനകളുമാണ് കേട്ടോ. കവികളല്ല, കവിന്ന് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഹിമാലയ് ഗർജ് രഹാ ഹെ, ലോകതന്ത്രനെ അപ്നെ ഝണ്ഡ ഫഹരായ, രാമരാജ് ആജുവ മാലിക് ഹെ. കേരൾ പ്രസാദ് എന്ന പേരിൽ അറിയപ്പെടുന്നതും അദ്ദേഹമാണ്. നെക്സ്റ്റ് വൺ നാരായൺ ദേവാണ്. ദേവ് കേരളി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആരതി തരംഗിണി അദ്ദേഹത്തിൻ്റെ കാവ്യസംഗ്രഹമാണ് കേട്ടോ. ആരതിയും തരംഗിണി നാരായൺ ദേവിൻ്റേതാണ്. ആരതി തരംഗിണി. ദേവ് കേരളി എന്ന പേരിലാണ് നാരായൺ ദേവ് അറിയപ്പെടുന്നത്. കേരൾ പ്രസാദ് എന്ന പേരിലാരാണ്? ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. ത്രിവേണി കുരുക്ഷേത്ര ജാഗ്താ ഹെ, ബദല, ദേവയാനി, സേവാശ്രം, യുഗസംഗം ആദി യുഗസംഗം എന്നാണ് കേട്ടോ. ആദി ചന്ദ്രശേഖരൻ നായർക്ക് നാടക് ഹെ. അപ്പോൾ ഇവയൊക്കെ ചന്ദ്രശേഖരൻ നായരുടെ നാടകങ്ങളാണ്. ത്രിവേണി കുരുക്ഷേത്ര ജാഗ്താ ഹെ, ബദല. പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. വാസുദേവൻ പിള്ളയുടേതാണ് കേരൾ സത്സി. അതെന്താണ്? അധൂരയാണ്, പൂർത്തിയായിട്ടില്ല. അപ്പോൾ രാഷ്ട്രവാണി പത്രിക വാസുദേവൻ പിള്ളയുടേതാണ് കേട്ടോ. പി നാരായണൻ്റേതാണ് ജീനെ കി ലൽക്കാർ. ജീനെ കി ലൽക്കാർ ആരുടേതാണ്? പി നാരായൺ. കേശവൻ നമ്പൂതിരിയുടേതാണ് യുധിഷ്ഠിർ കാ വ്രത്. യുധിഷ്ഠിർ കാ വ്രത് എന്ന് പറയുന്നത് കേശവൻ നമ്പൂതിരി. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയാം. ത്രിവേണി കുരുക്ഷേത്ര ജാഗ്താ ഹെ, ബദല എന്നുള്ളതൊക്കെ ദേവയാനിയൊക്കെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നാടകമാണെന്ന് തിരിച്ചറിയണം. പിന്നെ ഹിമാലയ് ഗർജ് രഹാ ഹെ, രാമരാജ്, പിന്നെന്താണ് ലോകതന്ത്രനെ അപ്ന ഝണ്ഡ ഫഹരായ എന്നുള്ള രചനകളൊക്കെ കണ്ടാൽ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായരാണെന്ന് തിരിച്ചറിയണം. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാഹിത്യകാരനാണ് അദ്ദേഹം കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻസ് ആണ്, എങ്കിലും കുറച്ചുകൂടി. ശ്രീധരൻ മേനോൻ്റേതാണ് മേരി മാം, ഭാരത് മാതാ, മൃത്യു കി ഖോജ് മേ. ആനന്ദ് ശങ്കർ മാധവിൻ്റേതാണ് ദീപാരാധന, വർഷ, ചിത്രശാല, ഖാസ് കെ ഫൂൽ, ശ്രീജിത, സഞ്ജീവനി, വൈതാലിക. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ടി കെ ഗോവിന്ദൻ്റേതാണ് അച്യുത് കി ആഹ്. ടി കെ ഗോവിന്ദൻ കേട്ടോ. ലക്ഷ്മിക്കുട്ടി ദേവിയുടേതാണ് ആഹ്വാൻ. ആഹ്വാൻ എന്ന് പറയുന്നത് ലക്ഷ്മിക്കുട്ടി ദേവി. അപ്പോൾ കേരളത്തിൽ നിന്നും ഒരുപാട് ഹിന്ദി സാഹിത്യകാരന്മാരുണ്ട് കേട്ടോ. ഹിന്ദിയിലെ രചനകൾ നിർവഹിക്കുന്ന ഒരുപാട് സാഹിത്യകാരന്മാർ നമ്മുടെ കേരളത്തിൽ നിന്നും ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ലക്ഷ്മിക്കുട്ടി ദേവിയുടേതാണ് ആഹ്വാൻ എന്നുള്ള രചന. ഗോവിന്ദൻ്റെ ടി കെ ഗോവിന്ദൻ അച്യുത് കി ആഹ്. വിമൽ കേരളീൻ്റേതാണ് പ്രാണാംബു. ടി കെ രാമൻ മേനോൻ്റേതാണ് സാധിത് കറോ. ടി കെ സരളാദേവിയുടേതാണ് സ്മൃതി കി അനുഭൂതി. രാഘവൻ നായരുടേതാണ് താരാപഥ്. എൻ രാമൻ നായരുടേതാണ് ഗുരു ശിഷ്യ. ജെ രാമചന്ദ്രൻ നായരുടേതാണ് അഗർമേം ഗൗതം ഹോത്ത. അരവിന്ദാക്ഷൻ്റേതാണ് ആസ്പാസ് ബാസ്ക ടുക്കട. എൻ ഷൺമുഖൻ്റേതാണ് സപ്ന ദേഖ്ന മനാഹേ. സപ്ന ദേഖ്ന മനാഹേ എന്നുള്ളത് എൻ ഷൺമുഖൻ്റേതാണ് കേട്ടോ. ബാസ്ക ടുക്കട ആസ്പാസ് ആരുടേതാണ്? അരവിന്ദാക്ഷൻ. അരവിന്ദാക്ഷൻ്റെ രചനയാണ് ബാസ്ക ടുക്കട ആസ്പാസ്. സ്മൃതി കി അനുഭൂതി ടി കെ സരളാദേവിയുടേതാണ്. ഒരുപാട് നായരും മേനോനും അങ്ങനെ നായർ കുറേ വരുന്നുണ്ട്. കുറച്ചൊരു കൺഫ്യൂഷൻ വരും. നന്നായിട്ടൊന്ന് നോക്കി വെക്കുക കേട്ടോ. കേരളത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കൊന്ന് ഒരു മാർക്കെങ്കിലും നേടണ്ടേ. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രയത്നിക്കുക. ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി നായരാണോ മേനോനാണോ പേരൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. മാറിപ്പോകരുത്. എല്ലാ പേരിൻ്റെയും കൂടി നായരും മേനോനൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. നന്നായി പഠിക്കുക. പത്രികകളാണ്. കേരളത്തിലെ പത്രികകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദി പത്രികകളാണ് കേട്ടോ. ദക്ഷിൺ ഭാരത്, ഹിന്ദി പ്രചാർ, സമാചാർ, ഹിന്ദി മിത്ര, കേരൾ ജ്യോതി. കേരൾ ജ്യോതി ഹിന്ദി മിത്രം ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കേരളത്തിലെ ഹിന്ദി പത്രികകൾ ഏതൊക്കെയാണ്? ഹിന്ദി മിത്ര, കേരൾ ജ്യോതി, ദക്ഷിൺ ഭാരത്, ഹിന്ദി പ്രചാർ, സമാചാർ. ഇതൊക്കെ എന്താണ് പഠിച്ചു വെക്കുക പത്രികകൾ. ഇനി സോമനാഥൻ നായർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഭിശപ്ത മാത്രായും ആഹുതി അദ്ദേഹത്തിൻ്റെ രചനകളാണ്. വന്നിട്ടുണ്ട്, എക്സാമിന് വന്നിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സാഗർ കി ഗലിയാം രാമൻ നായർ. ഇതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ചന്ദ്രശേഖരൻ നായർ, സോമനാഥൻ നായർ, രാമൻ നായർ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. അഭിഷക്ത് മാത്രേ ആരുടേതാണ്? സോമനാഥൻ നായർ. ആഹുതി സോമനാഥൻ നായർ. സാഗർ കി കലിയ രാമൻ നായർ. പിന്നെ ഹിമാലയ ഗർജ് രഹാ ഹെ കിസ്കി ഹെ? ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. രാംരാജ് കിസ്കി ഹെ? ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. പിന്നെ ഏതാ? ലോകതന്ത്രിനെ അപ്നാ ഝണ്ഡ ഫഹരായ ആരുടെയാണ്? ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായരുടേതാണ്. പിന്നെ കുറച്ച് രചനകൾ മലയാളത്തിലേത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഹിന്ദിയിലുണ്ട്. ഞാൻ കുറച്ച് 3 കൊടുത്തത്. ചെമ്മീൻ, തോട്ടിയുടെ മകൻ, അത് തകഴിയുടേതാണ്. മച്ചുവാരെ ഭംഗി കാ ബേട്ട എന്ന പേരിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഭാരതി ദേവിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മണ്ണും പെണ്ണും എന്ന് പറയുന്നത് ഉറൂബിൻ്റേതാണ്. മിട്ടി ഔർ നാരി എന്ന പേരിൽ കൃഷ്ണമേനോൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. ബാല്യകാല സഖി ബഷീറിൻ്റേതാണ്. ബാല്യകാല സഖി എന്ന പേരിൽ PN ഭട്ടതിരിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് രചനകളുണ്ട്. അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക, എക്സാമിന് ശേഷവും കേട്ടിട്ടിനൊക്കെ സഹായിക്കുന്ന വിധത്തിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഭാരതി ദേവിയാണ് തകഴിയുടെ അധിക രചനകളും ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ധന്യവാദ്.